നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ ഒരാഴ്ചയോളം മരണത്തോട് പൊരുതിയ കുണ്ടന്നൂർ സ്വദേശി 30 വയസ്സുള്ള രാകേഷിന് നാട് കണ്ണീരോടെ വിട നൽകി. രാകേഷിന്റെ വിയോഗത്തോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി ഉയർന്നു. മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുണ്ടന്നൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരത്തോടെ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്ന സംസ്കാര ചടങ്ങുകളിൽ പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നാടൊന്നടങ്കം ഒഴുകിയെത്തി. കാലവർഷത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഏകോപിത യോഗം ചേർന്നു. ഓരോ വാർഡിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 40,000 രൂപ വീതം അനുവദിക്കാനും ജലസ്രോതസ്സുകളും പൊതുസ്ഥലങ്ങളും അടിയന്തരമായി വൃത്തിയാക്കാനും തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് മാലിന്യങ്ങളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്നതിനോടൊപ്പം ആരോഗ്യ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനും സാനിറ്ററി വർക്കർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകാനും യോഗം കർശന നിർദ്ദേശം നൽകി. ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് ആവേശകരമായ സമാപനം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പകൽ വെടിക്കെട്ട് ഒഴിവാക്കിയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. 2027 ഏപ്രിൽ 17 അടുത്ത വർഷത്തെ തൃശൂർ പൂരം. വാദ്യമേളങ്ങൾക്കും ഗജവീരന്മാരുടെ വിരുന്നിനും സാക്ഷ്യം വഹിച്ച ജനസാഗരം അടുത്ത പൂരത്തിനായുള്ള ഒരാണ്ടിന്റെ കാത്തിരിപ്പിലേക്ക് മടങ്ങി. ചിറ്റണ്ട സെന്ററിൽ പുലർച്ചെ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഡ്രൈവറുടെ കുറിപ്പ് നാട്ടുകാരിൽ കൗതുകമുണർത്തി. ആളപായമില്ല, ഉറങ്ങിപ്പോയതായിരിക്കാം എന്ന് കാർഡ്ബോർഡിൽ എഴുതി വാഹനത്തിന് മുകളിൽ തൂക്കിയിട്ട ശേഷമാണ് ഡ്രൈവർ സ്ഥലത്ത് നിന്ന് പോയത്. പുലർച്ചെ അപകടം നടന്ന സമയത്ത് ആരും വിവരമറിഞ്ഞില്ലെങ്കിലും രാവിലെ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കണ്ടവരാണ് ഈ കുറിപ്പ് ശ്രദ്ധിച്ചത്.